നമസ്കാരം. ആർഗിൽ ഹോമിലെ പ്രിയ പ്രേക്ഷകരെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ചുമ സാധാരണയായ ശരീരത്തിന്റെ ഒരു പ്രതിരോധ മാർഗമാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ കുഴപ്പം പിടിച്ച ചുമയെ നമുക്ക് കേട്ടുകൊണ്ട് എങ്ങനെ മനസ്സിലാക്കാം, അതാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. അത് മാത്രമല്ല, ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് കൊറോണ മൂലമുള്ള ചുമ ഏത് ക്ലാസിഫിക്കേഷനാണ് വരുന്നത്, അതുപോലെ തന്നെ അപകട സാധ്യതയുള്ള ചുമ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം, അതിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്. ഇത് കൂടാതെ ഏറ്റവും അവസാനം പ്രതിപാദിക്കുന്നത് ചുമയെ നമുക്ക് വീട്ടിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യാം. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ അവസാനം വരെ ഈ വീഡിയോ കാണുക, എങ്കിൽ മാത്രമേ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചുമ എന്താണെന്ന് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു. അതായത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മൈക്രോ ഓർഗാനിസം, അതേപോലെ തന്നെ അലർജൻ അല്ലെങ്കിൽ മറ്റ് പദാർത്ഥങ്ങൾ ശരീരത്തിൽ നിന്നും പുറന്തള്ളാനായിട്ട് ശരീരം തന്നെ സ്വീകരിക്കുന്ന ഒരു പ്രക്രിയയാണ് അല്ലെങ്കിൽ പ്രതിരോധ മാർഗമാണ് ചുമ എന്ന് പറയുന്നത്. അപ്പൊ ചുമ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന ആദ്യം ശ്വാസകോശം അല്ലെങ്കിൽ ലങ്സിൽ ശക്തിയായിട്ട് എയർ ഫുള്ള് നിറയുകയും നമ്മൾ ശക്തിയായിട്ട് പുറത്തേക്ക് വിടുകയും ഏകദേശം ഒരു 160 km/h വേഗതയിലാണ്. അത്രയും വേഗതയിൽ മൈക്രോ ഓർഗാനിസം ഉണ്ടെങ്കിൽ പുറത്തേക്ക് വരും. അതാണ് ഈ പറഞ്ഞതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പൊ ചുമ ഉണ്ടാകുമ്പോൾ അത്രയ്ക്ക് വേഗതയിലാണ് നമ്മുടെ ഈ മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ മറ്റ് സൂക്ഷ്മ പദാർത്ഥങ്ങൾ പുറത്തേക്ക് ബോഡി പുറന്തള്ളപ്പെടുന്നത്. ഇത് നമുക്ക് കുഴപ്പം പിടിച്ച ചുമയെ കേട്ടുകൊണ്ട് എങ്ങനെ തിരിച്ചറിയാം, അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യം. ചുമ ഉണ്ടാകുന്ന ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ചിലപ്പോൾ നമുക്ക് അത് രാത്രിയാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ചുമക്കാം. ചുമയുടെ കാരണങ്ങൾ പലതാണ്. നേരത്തെ പറഞ്ഞ പോലെ അലർജി ആവാം, അല്ലെങ്കിൽ ബാക്ടീരിയൽ അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ ആവും. ഉദാഹരണം നിങ്ങൾക്കറിയാം, ട്യൂബർക്ലോസിസ് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. വൈറൽ ഇൻഫെക്ഷൻ ഉദാഹരണമാണ് കൊറോണ വൈറസ് പോലുള്ള രോഗങ്ങൾ. അപ്പൊ അത്തരത്തിലുള്ള ജലദോഷം ഒരു വൈറൽ രോഗമാണ്. അപ്പൊ അത്തരത്തിലുള്ള ഇൻഫെക്ഷൻ കൊണ്ട് നിങ്ങൾക്ക് ചുമ ഉണ്ടാകാം. അതേപോലെ തന്നെ ഹാർട്ട് ഫെയിലിയർ, അപ്പം അസുഖമല്ലാതെ മറ്റ് കാരണങ്ങളാണ്. അപ്പൊ ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ചുമയുണ്ടാകും. അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിസിൻ കഴിക്കുന്നതിന് സൈഡ് എഫക്റ്റ് ആയിട്ട്, ഉദാഹരണമായിട്ട് നമുക്കറിയാം ഹാർട്ടിന് വേണ്ടി കഴിക്കുന്ന പല മെഡിസിനും ചിലപ്പോൾ ചുമയുണ്ടാകും. അപ്പൊ അത് നമ്മൾ അതിന്റെ കാരണങ്ങളെയാണ് നമ്മൾ അറിഞ്ഞുകൊണ്ട് ട്രീറ്റ് ചെയ്യേണ്ടത്. അതാണ് ഞാൻ ഇവിടെ നിങ്ങളെ പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നത്. ഇനി അതുപോലെ തന്നെ വീണ്ടും ചുമയുണ്ടാകുന്നതിന് ഒരുപാട് കാരണങ്ങൾ. ഉദാഹരണത്തിന് ഗ്യാസിന്റെ പ്രോബ്ലം ഉള്ള ആളുകൾക്ക് ചുമയുണ്ടാകുന്നു. അപ്പൊ അത്തരക്കാർക്ക് നമ്മൾ ആ ഒരു ചുമ മാറുമ്പോൾ നമ്മൾ ഗ്യാസിന്റെ പ്രോബ്ലമാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഹാർട്ടിന്റെ മൂലമുള്ള ചുമയാണെങ്കിൽ ഹാർട്ട്, അതേപോലെ തന്നെ നമ്മൾ മെഡിസിൻ കഴിച്ചിട്ട് മൂലമുള്ള ചുമയാണെങ്കിൽ ആ ഒരു മെഡിസിൻ മാറ്റി, ഡോക്ടറെ കണ്ട് മെഡിസിൻ മാറ്റി നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതില്ല. അപ്പൊ ഞാൻ നിങ്ങളെ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. എന്താണ് ഈ ചുമയുണ്ടാകുന്ന കാരണം നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ആദ്യമായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അത് തന്നെയാണ്. അതിനുശേഷം നമ്മൾ ട്രീറ്റ്മെന്റിലേക്ക് പോകുക. അപ്പൊ നമുക്ക് ഇനി വിവിധ തരത്തിലുള്ള ചുമയും അതെങ്ങനെ നമുക്ക് കേട്ടുകൊണ്ട് മനസ്സിലാക്കാമെന്ന് നോക്കാം. ചുമ യഥാർത്ഥത്തിൽ 2 തരം ചുമയുണ്ട്. അതായത് വെറ്റ് കഫ് എന്നും അതേപോലെ ഡ്രൈ കഫ് എന്ന് പറയാം. പേര് കേട്ട് നിങ്ങൾ പേടിക്കേണ്ടതില്ല. വെറ്റ് എന്ന് പറയുമ്പോൾ കഫം ഉള്ള ചുമയാണ് നമ്മൾ വെറ്റ് കഫ് എന്ന് പറയുന്നത്. അതായത് ഡ്രൈ കഫ് എന്ന് പറയുമ്പോൾ കഫം ഇല്ലാത്ത ചുമയാണ് ഡ്രൈ കഫ് എന്ന് പറയുന്നത്. കൊറോണ മൂലമുള്ള ചുമ എന്ന് പറയുന്നത് ഡ്രൈ കഫാണ്. വെറ്റ് കഫിന് നമുക്ക് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് സാധാരണ ഉണ്ടാകുന്ന ജലദോഷം, അപ്പോൾ എന്താണ് കഫമാണ് ഉണ്ടാകുക. അതുപോലെ തന്നെ മറ്റ് ഇൻഫെക്ഷൻ, TB, അതേപോലെ ചില ആസ്മയിലാണെങ്കിൽ നമുക്ക് കഫം ഉണ്ടാകും. അപ്പൊ അതൊക്കെ വെറ്റ് കഫം ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ വെറ്റ് കഫ്, അതിനാണ് എക്സാമ്പിൾ. ഇനി ഡ്രൈ കഫിന് എക്സാമ്പിൾ നമുക്കറിയാം, ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള കൊറോണ വൈറസ് ഡ്രൈ കഫിലാണ്. അപ്പൊ കഫം ഉണ്ടാകുന്നത് പുറത്തേക്ക് വരുന്നില്ല, നമ്മൾ എത്ര ചുമച്ചിട്ടും പുറത്തേക്ക് വരില്ല. അതിനാണ് നമ്മൾ ഡ്രൈ കഫ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ടോൺസിലൈറ്റിസ്, സൈനസൈറ്റിസ്, ഇത് കൂടാതെ ചില ആസ്മയ്ക്ക് നമ്മൾ കഫ് പുറത്തേക്ക് വരാറില്ല. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഡ്രൈ കഫിന് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് എങ്ങനെയാണ് പലതരത്തിലുള്ള ചുമ കേട്ടുകൊണ്ട് മനസ്സിലാക്കാമെന്ന് നോക്കാം. നമ്മുടെ ശ്വാസകോശത്തെ അല്ലെങ്കിൽ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ പ്രധാനമായിട്ട് നമുക്ക് 3 തരംതിരിക്കാവുന്നതാണ്. അപ്പർ, മീഡിയം അല്ലെങ്കിൽ ഇന്നർ ട്രാക്റ്റ്. അതായത് നമ്മുടെ തൊണ്ടയിൽ ഇപ്പോൾ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ കാണുന്ന ഭാഗമാണ് അപ്പർ എയർവേ എന്ന് പറയുന്നത്. അതിൻ്റെ താഴെ ഈ പൈപ്പ് പോലെയുള്ള ഭാഗം, തൊണ്ടയ്ക്ക് താഴെയുള്ള പൈപ്പ് പോലെ ഭാഗം മീഡിയം എയർവേ. അതിന്
ശേഷം ലങ്സിലോട്ട് 2 ലങ്സിലോട്ടും ബ്രാഞ്ചുകൾ വരുന്നു. അത് ഇന്നർ ഭാഗം. സാധാരണ അപ്പർ പാർട്ടിലാണ്, ഈ മുകൾ ഭാഗത്താണ് ജലദോഷം പോലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നത്. മീഡിയം പാർട്ടിലാണ് നമുക്ക് ആസ്മയൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ എന്തെങ്കിലും ഫോറിൻ ബോഡി വിഴുകുകയാണെങ്കിൽ യൂഷ്വലി തൊണ്ടയിൽ കുടുങ്ങുകയാണ്, അതിൻ്റെ അർത്ഥം നമ്മൾ അപ്പർ പാർട്ടിൽ വന്നെന്നാണ് അർത്ഥം. ഇനി ഇന്നർ പാർട്ടിൽ നമുക്കറിയാം കൊറോണ, അതേപോലെ തന്നെ ന്യൂമോണിയ, ഇവയൊക്കെ നമ്മൾ ഇന്നർ പാർട്ടിലാണ് അഫക്റ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ആൽവിയോള ഏറ്റവും കുറച്ച് ബ്രാഞ്ചായിട്ട് നിങ്ങൾ ഈ ചിത്രത്തിൽ നോക്കിയാൽ കാണാവുന്നതാണ്. ഏറ്റവും അവസാന ഭാഗം അതിന് നമ്മൾ ആൽവിയോള എന്നാണ് പറയുന്നത്. ഈ ഭാഗത്താണ് കൊറോണ, ന്യൂമോണിയ പോലുള്ള രോഗങ്ങൾ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 ഏരിയയിലും ഉണ്ടാകുന്ന ചുമ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നമുക്ക് ഈ 3 ഏരിയയിലും ഉണ്ടാകുന്ന വിവിധതരം ചുമകൾ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള ചുമയ്ക്ക് പല പ്രത്യേകതകളുണ്ട്. അപ്പൊ ആദ്യമായിട്ട് നമുക്കറിയാം വെറ്റ് കഫിന്റെ പ്രത്യേകത അല്ലെ, കഫം വരുന്നു, ബാക്കിൽ അല്ലെങ്കിൽ വായിലൊക്കെ കഫം വരുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഒരു സംഭവം വരികയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ അവസാനം ഈ വീഡിയോയുടെ അവസാനം പറയുകയാണ്. അപ്പൊ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം അല്ലെ. സാധാരണ കഫം വന്ന് പുറത്തേക്ക് വരുന്നത് ചുമച്ച് നമ്മൾ ഞാൻ ചുമയ്ക്കുകയാണ്, അതിൽ കഫം വരികയാണ്. അപ്പൊ അതേതാണ് വെറ്റ് കഫാണെന്ന് മനസ്സിലാക്കുക. ഇനി രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഡ്രൈ കഫ് അല്ലെ. ഡ്രൈ കഫ് ഇപ്പൊ പല അലർജി ഉണ്ട്, ഡ്രൈ കഫ് ഉണ്ടാവും. അപ്പൊ അത് അതേപോലെ തന്നെ കൊറോണയ്ക്ക് ഡ്രൈ കഫ് ഉണ്ടാവും, ആസ്മയ്ക്ക് ഡ്രൈ കഫ്. അത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? നമുക്ക് പല സംശയങ്ങളുണ്ടാവും അല്ലെ. അലർജി മൂലമുള്ള ഡ്രൈ കഫും അല്ലെ, അതേപോലെ തന്നെ കൊറോണ, അതേപോലെ തന്നെ ആസ്മ മൂലമുള്ള ഡ്രൈ കഫ്. ആസ്മയ്ക്കാണെങ്കിൽ സാധാരണ ഞാൻ പറഞ്ഞു കഴിഞ്ഞു മീഡിയം എയർവേയിലാണ് ഉണ്ടാകുന്ന ആ കഫ് എന്ന് പറയുന്നത്. നമ്മളൊരു ബ്രീത്ത് എടുക്കുകയാണ്, വലിക്കതിന് ശേഷം അല്ലെ, നമ്മളിങ്ങനെ ഒരു വലിച്ചതിന് ശേഷം വലിക്കുന്നു, അങ്ങനെ ഒന്നോ രണ്ടോ ചുമ, വലിച്ചതിന് ശേഷം ഒരു ബ്രീത്ത് എടുക്കുന്നു, അതിനുശേഷം 2 ചുമ. അതാണ് ആസ്മയ്ക്കുള്ളത്. ഇനി COPD ആണെങ്കിൽ നമുക്ക് അല്ലെ, COPD ആണെങ്കിൽ നമുക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. COPD ചുമയാണെങ്കിൽ നമ്മൾ ഇതേപോലെ ബ്രീത്ത് നമ്മൾ എടുക്കുകയാണ്, അതിനുശേഷം ഈ ചുമയ്ക്കണ ഓരോ പീരീഡിനും ഒരു വരവുണ്ടാവും. ആ ഒരു ചുമയ്ക്കുമ്പോൾ നമുക്കൊരു ബ്രീത്ത് എടുക്കുന്നു, ശ്വാസം നല്ലവണ്ണം വലിച്ചെടുക്കുന്നു, അതിനുശേഷം നമ്മൾ ചുമയ്ക്കുമ്പോൾ ആ ചുമയുടെ ഒരു ഗ്യാപ്പിലും വലിയുണ്ടാവും. അത് കേട്ടുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം COPD. അപ്പൊ നിങ്ങൾ കണ്ടു ആസ്മയുടെ ചുമ കണ്ടു, COPDയുടെ ചുമ കണ്ടു. ഇത് നമുക്ക് കൊറോണ വൈറസിന്റെ ചുമ കണ്ടു. കൊറോണ വൈറസ് മൂലമുണ്ടാകുന്ന ചുമ സാധാരണ ഈ ബ്രീത്ത് ഒന്നും എടുക്കൂല, വെറുതെ ഒരു ചുമ, ഇങ്ങനെ ഒരു ഇറിറ്റേഷൻ വന്ന് ചുമയ്ക്കുന്ന ഒരു ചുമയാണ് ഇങ്ങനെ. അപ്പൊ ഇതാണ് ഒരു കൊറോണ വൈറസിന്റെ ചുമ. കഫമില്ല, ബ്രീത്ത് ഒന്നും എടുക്കുന്നില്ല, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചുമ വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അലർജി ഉള്ളപ്പോഴും ഇതേ ചുമ വരാം. അപ്പൊ നമുക്ക് ആ മറ്റ് സിംറ്റംസ് വെച്ച് വേണം നമുക്ക് കൊറോണ വൈറസ്, പനിയുണ്ട്, അതേപോലെ തന്നെ വേറെ ലക്ഷണങ്ങളുണ്ട്, ഇപ്പൊ ഇതൊക്കെ വെച്ച് വേണം നമ്മൾ അത് കൊറോണ വൈറസ് ആണെന്ന് ഉറപ്പിക്കുക. അപ്പൊ അലർജി ചുമയും ഇതേപോലെ തന്നെയാണ് ഏകദേശം വരുന്നത്. അപ്പൊ അലർജി ഉള്ള ആളുകൾക്ക് മനസ്സിലാക്കാതെ അലർജിയാണ്. ഇനി അതല്ല നമുക്ക് സംശയം ഉണ്ടെങ്കിൽ, ഏകദേശം നിങ്ങൾക്കറിയാം ഇപ്പോൾ എന്താണ് നമ്മൾ കൊറോണ വൈറസ് ചുമ എങ്ങനെ ഇരിക്കുമെന്ന് മനസ്സിലായി. അപ്പൊ അത് എല്ലാ ആളുകളിലും ഈ ലക്ഷണം വരണമെന്നുമില്ല. അപ്പൊ ചുമയുള്ള ആളുകളിൽ ഉണ്ടാകുന്ന ഒരു രീതിയാണ് ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള ആ ഒരു രീതി. അപ്പൊ എന്താണ്, ശ്വാസം എടുക്കാതെയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ചുമ, ഒരു ഇറിറ്റേഷൻ വന്നുള്ള ചുമയാണ് കൊറോണ വൈറസിലുള്ളത്. ഇനി നമ്മുടെ തൊണ്ടയിൽ എന്തെങ്കിലും അകപ്പെട്ട ഒരു ചുമയാണെങ്കിൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കും? നമ്മളൊരു ബ്രീത്ത് എടുക്കുന്നു, ഒരു ശക്തിയായിട്ടൊരു ചുമ എന്നുള്ള ചുമ, അതായത് പുറത്തേക്ക് തള്ളാൻ ആ ഒരു ഫോറിൻ ബോഡിയെ, ഇപ്പൊ തൊണ്ടയിൽ, കുട്ടിയുടെ തൊണ്ടയിൽ എന്താണ് കപ്പലണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പദാർത്ഥം കൊടുക്കുകയാണെങ്കിൽ അത് മൂലമുള്ള ചുമ നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ വലിയ ആളുകളുടെ തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങിയിരിക്കുകയാണ്, അത് പുറത്തേക്ക് തള്ളാനാണ് ഇത്തരത്തിലുള്ള ഒരു ചുമയാണ്. ഒരു ബ്രീത്ത് എടുക്കുന്നു, ശക്തിയായിട്ടുള്ള ഒരു ഒറ്റ ചുമയാണ് സാധാരണ ഉണ്ടാകും, പുറത്തേക്ക് തള്ളാനായിട്ട് ശരീരം ശ്രമിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ചുമ നമുക്ക് കേട്ടുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ ചുമ കേട്ടുകൊണ്ട് നമുക്ക് വിവിധതരം ചുമകളെ മനസ്സിലാക്കുന്ന രീതി. ഇനി കുഴപ്പം പിടിച്ച ചുമയെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം അല്ലെ? ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് അപകട സാധ്യതയുള്ള ചുമ ഏതൊക്കെയാണ്. അതായത് എല്ലാ ചുമയും നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ സാധാരണ വെറുതെ വിട്ട് നമ്മൾ ചൂടുവെള്ളം കുടിക്കുകയോ, ഞാൻ അവസാനം പറയാം, ആ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ അത് പോകും. പക്ഷെ അപകട സാധ്യതയുള്ള ചുമ നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾക്ക് ക്വാറന്റൈനിൽ ഇരിക്കുന്ന ആളുകളുണ്ടാവും കൊറോണയായിട്ട്, അതേപോലെ തന്നെ മറ്റ് അസുഖമുള്ള ആളുകൾ, ചുമയുള്ള ആളുകൾക്ക് നമ്മൾ എപ്പോഴാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകേണ്ടത്,
ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം. ഒന്ന്, ആ ഒരു ചുമ ഉണ്ടാകുമ്പോൾ ചുമയിൽ ബ്ലഡ് വരിക, ചുമയ്ക്കുമ്പോൾ ബ്ലഡ് വരിക. രണ്ടാമതായിട്ട് ചുമ ഉണ്ടായി കുറച്ച് കഴിയുമ്പോൾ വെയിറ്റ് കുറഞ്ഞു വരിക, ഉണ്ടായ അമിതമായിട്ടുള്ള ക്ഷീണവും വെയിറ്റ് കുറഞ്ഞു വരുന്നു. മൂന്നാമതായിട്ട് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്, നമ്മൾ ചുമയ്ക്കുന്നു കുറച്ച് കഴിഞ്ഞിട്ട് ശ്വാസം എടുക്കാനായിട്ട് ബുദ്ധിമുട്ട്. നാലാമതായിട്ട് കൺഫ്യൂഷൻ, നമ്മൾ ബ്രെയിനിലേക്കുള്ള സപ്ലൈ ഒക്കെ കുറയുമ്പോഴാണ് കൺഫ്യൂഷൻ വരുന്നത്. അതായത് കൺഫ്യൂഷൻ, നമുക്ക് ഒരു കാര്യം അറിയാവുന്ന ഒരു കാര്യം വേണമെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് നമുക്ക് ഒരു ചിന്തിക്കാനോ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുക. അപ്പൊ അതുണ്ടെങ്കിൽ നമ്മൾ ഉടൻ തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ്. ഇത് കൂടാതെ തന്നെ ബ്രീത്തിന്റെ ആ ഒരു അളവ് പാറ്റേൺ കൂടുക. അപ്പൊ നമ്മൾ സാധാരണ ഈ കൈ നമ്മളെ വയറിലോ അല്ലെങ്കിൽ തൊട്ട് നെഞ്ചിന്റെയും വയറിന്റെ ഇടയിൽ ചേർത്ത് വെക്കുക. അതിനുശേഷം നമ്മളെ റെസ്പിറേറ്ററി റേറ്റ് കൗണ്ട് ചെയ്യുക. നമ്മൾ ഒരു ശ്വാസം എടുത്ത് പതുക്കെ വരുന്നത്, സാധാരണയായിട്ട് നമ്മൾ അത് അലവ് ചെയ്യുക, വരുന്നത് നമ്മൾ ഒന്നായിട്ട് ഇടും. ഇപ്പൊ ഞാനൊരു ബ്രീത്ത് എടുക്കുകയാണ് അറിയാതെ, അപ്പൊ അത് ഒന്നായിട്ട് വിടുക, എടുത്തു വിടുന്നത് ഒന്ന്, അങ്ങനെ കൗണ്ട് ചെയ്യുക. ഇപ്പൊ മോർ ദാൻ ഒരു 30-ൽ കൂടുതലാണെങ്കിൽ അതും നമ്മൾ ഒരു ടാക്കിപ്നി എന്ന് പറയും. അപ്പൊ അതും നമ്മൾ അത്തരത്തിലുള്ള ഒരു റെസ്പിറേഷൻ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്. പിന്നെ നമുക്കറിയാം സാച്ചുറേഷൻ ഒക്കെ നോക്കണം. അത് എല്ലാ വീടിലും അത് പ്രായോഗികമല്ല. പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ ഒരു ഓക്സിജൻ സാച്ചുറേഷന്റെ പ്രോബൊക്കെ അത് പൈസയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം മതി. മറ്റ് ലക്ഷണങ്ങൾ വെച്ച് തന്നെ നമ്മൾ കണ്ടുപിടിക്കുക. അഥവാ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു ഓക്സിജന്റെ എല്ലാ മെഡിക്കൽ സ്റ്റോറിൽ കിട്ടുന്നതാണ് ഒരു ഓക്സിജൻ സാച്ചുറേഷന്റെ പ്രോബ് മേടിച്ച് നോക്കുകയാണെങ്കിൽ ഒരു 94% താഴെയാണ് നമ്മുടെ ഓക്സിജന്റെ അളവ് കുറവെന്നാണ് അർത്ഥം. അപ്പൊ ഇതും ഇത്തരത്തിലുള്ള എല്ലാ കണ്ടീഷനും ഞാൻ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. എന്തൊക്കെയാണ്? ബ്ലഡ് വരിക, അതേപോലെ തന്നെ വെയിറ്റ് ലോസ്, അതേപോലെ തന്നെ നമ്മുടെ നഖങ്ങളൊക്കെ നോക്കുക. നഖങ്ങൾ ചുണ്ടിലൊക്കെ നീല നിറം വരികയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം, അത് ഓക്സിജന്റെ അളവ് കുറഞ്ഞെന്നാണ് അർത്ഥം. അത്തരത്തിലുള്ള നീല നിറം വരിക. അതേപോലെ തന്നെ നേരത്തെ പനി, ശക്തമായ പനി, ഈ ചുമയോടൊപ്പം തന്നെ പനി ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ പനി, അതേപോലെ തന്നെ ബ്രീത്തിങ് എടുക്കാനുള്ള ഒരു ഡിഫിക്കൽറ്റി, ബ്രീത്തിന്റെ അളവ് കൂടുക, ഓക്സിജൻ സാച്ചുറേഷന്റെ ലെവല് കുറയുക. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ ഉടൻ തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ്. അപ്പൊ ഇനി നമുക്ക് ഇതിനെ എങ്ങനെയാണ്, സാധാരണ ചുമ ഉണ്ടാകുകയാണ്, നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ ട്രീറ്റ് ചെയ്തതെന്ന് നോക്കാം. ഇപ്പൊ നമുക്ക് ചുമ ഒരു കൊറോണ മൂലമുള്ള ചുമയാണെങ്കിൽ ഞാൻ മുൻ വീഡിയോയിലേക്ക് സൂചിപ്പിച്ചതുപോലെ ഒരു 6 മുതൽ 8 ആഴ്ച വരെയൊക്കെ നിലനിൽക്കാം. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഡ്രൈ കഫ് നമുക്ക് എങ്ങനെ മാറ്റാം? ചൂടുവെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ തേൻ നല്ലതാണ്. അതേപോലെ തന്നെ കുരുമുളകും കൽക്കണ്ടും ഒക്കെ പൊടിച്ചു കഴിക്കുക. സ്റ്റെപ്സിൽസ് ഇടയ്ക്കിടയ്ക്ക് അലിക്കുക. അതേപോലെ തന്നെ നമ്മൾ ആഹാരം കഴിച്ചതിന് ശേഷം രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉപ്പുവെള്ളം കൊള്ളുക. അപ്പൊ ആ ഒരു ഇറിറ്റേഷനൊക്കെ 3 നേരം എല്ലാ ദിവസവും വെള്ളം കുറയുന്നതാണ്. ചൂടുവെള്ളം ഇടയ്ക്കിടയ്ക്ക് പതിവ് കുടിക്കുക. തേൻ കുടിക്കുക. അപ്പൊ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ ആവി പിടിക്കുക. ആവി ഏത് ചുമയ്ക്കും നല്ലതാണ്. വെറ്റായാലും ഡ്രൈ ആയാലും ഇടയ്ക്കിടയ്ക്ക് ആവി പിടിക്കുന്നത് നല്ലതാണ്. ഇത് കൂടാതെ ഇപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞ വെറ്റ് കഫാണ്, അലർജി മൂലമുള്ളതാണ്. നമുക്ക് സെട്രിസിൻ ഒരു 5 വലിയ അഡൽറ്റ് ആണെങ്കിൽ 5 mg നമുക്ക് രാത്രി ഒരു 5 ദിവസം വെച്ച് കഴിക്കാവുന്നതാണ്. അലർജി മൂലമുള്ള, അതായത് ബാക്കിലേക്ക് കഫൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ കഴിക്കാവുന്നതാണ് 5 ദിവസം. കൂടുതലാണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണിക്കുക. അതേപോലെ തന്നെ ചുമയ്ക്ക് പല സിറപ്പുണ്ട്. അപ്പൊ സിറപ്പ് നമ്മൾ ചൂസ് ചെയ്ത് ശ്രദ്ധിക്കുക. കഫം ഇല്ലാത്ത പല ആളുകളുടെ കഫ് സിറപ്പ് ഷെയർ ചെയ്ത് കഴിക്കാറുണ്ട്. അപ്പം കഫമുള്ള ചുമയാണെങ്കിൽ നമ്മൾ കഫം പോകാനായിട്ട് എക്സ്പെക്ടറന്റ് കൊടുക്കും. അപ്പൊ അത്തരത്തിലുള്ള ചുമയാണെന്ന് നോക്കുക. അപ്പൊ അലർജി ഉള്ള ആള് എക്സ്പെക്ടറന്റ് കഴിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഹാർട്ട് അസുഖമുള്ള ആൾ അതിന്റെ ട്രീറ്റ്മെന്റ് ആണ് എടുക്കേണ്ടത്. അപ്പം എല്ലാ ചുമയ്ക്കും നമ്മൾ ഒരേ മരുന്ന് കഴിക്കാൻ പാടില്ലെന്ന് ഓർക്കുക. അതേപോലെ തന്നെ ഇപ്പൊ വേറെ ഏതെങ്കിലും മെഡിസിൻ കഴിച്ച് ഉള്ള ചുമ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അതിന് ആ ഒരു കാരണമാണ് മാറ്റേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് കഫമുള്ള ചുമയാണെങ്കിൽ എക്സ്പെക്ടറന്റ് ഉള്ള മരുന്ന് കഴിക്കാവുന്നതാണ്. അതേപോലെ മ്യൂക്കലൈറ്റ് ഉണ്ട്, മ്യൂക്കലൈറ്റ് മേടിച്ച് അല്ലെങ്കിൽ ഡോക്ടർ നിർദ്ദേശപ്രകാരം കഴിക്കാവുന്നതാണ്. നിങ്ങളുടെ ഡോസ് അനുസരിച്ച് ഞാൻ ഒരു പ്രീവിയസ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ കുട്ടികൾക്ക് കൊടുക്കുന്ന, അതേപോലെ തന്നെ അഡൽട്സ് കൊടുക്കുന്ന ചുമയുടെ മരുന്ന് നമുക്ക് എത്ര അളവിൽ കഴിക്കാമെന്ന്. അപ്പൊ ഇത് കൂടുതൽ അറിയേണ്ട ആളുകൾ ആ വീഡിയോ കണ്ട് എത്ര അളവിലാണ് നമ്മൾ കഴിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. ചുമയുടെ മരുന്നൊക്കെ കഴിക്കേണ്ടത് വളരെ വ്യക്തമായിട്ട് തന്നെ ഞാൻ പ്രതിപാദിക്കുന്നത്. അപ്പൊ ആ പ്രീവിയസ് വീഡിയോ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇനി ആസ്മ മൂലമുള്ള പരിവക്കമുള്ള ആൾക്കാർ അല്ലെങ്കിൽ ചുമയുള്ള ആൾക്കാരാണെങ്കിൽ ആസ്മയുടെ മെഡിസിനാണ് എടുക്കേണ്ടത്. ഇപ്പൊ വീട്ടിൽ ഇൻഹേലറൊക്കെ ഉള്ള ആളുകൾ ആ ഇൻഹേലറുള്ള
ഡോക്ടർ നിർദ്ദേശപ്രകാരം എത്ര അളവാണ് വേണ്ടത് അത് വെച്ച് നമ്മൾ ഇൻഹേൽ ചെയ്യുക. പ്രോപ്പറായിട്ടുള്ള എന്താണ് നമ്മൾ ഇൻഹേൽ ചെയ്യുക. അത് മാറിയില്ലെങ്കിൽ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തേണ്ടതാണ്. അതുപോലെ തന്നെ നമുക്ക് ബീറ്റാഡിൻ ഇപ്പൊ നമുക്ക് ഗാർഗിൾ കിട്ടും മാർക്കറ്റിലൊക്കെ. അപ്പൊ ചുമ സ്ഥിരമായിട്ട് നിൽക്കുന്ന ആളുകളാണെങ്കിൽ നമ്മൾ ബീറ്റാഡിൻ ഗാർഗിൾ ഈ 2 നേരവും നമ്മൾ എടുക്കുക. അതിൽ തന്നെ അതിന്റെ കോൺസെൻട്രേഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. 5 ml എടുത്തിട്ട് 5 ml വെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു 30 സെക്കൻഡ് വായിൽ കൊണ്ടുകൊണ്ട് പിന്നെ അത് തുപ്പിക്കളയാവുന്നതാണ്. അപ്പൊ ബീറ്റാഡിൻ ഗാർഗിളും ഈ ഒരു ചുമ മാറുന്നതിനായിട്ട് നല്ല മാർഗമാണ്. അതുപോലെ തന്നെ ചുക്ക് കാപ്പി ഉണ്ടാകുമ്പോൾ അതിൽ തന്നെ മഞ്ഞൾ ചേർക്കാം, നമുക്ക് എന്താണ് വെളുത്തുള്ളി ചേർക്കാം. ഇതൊക്കെ അടങ്ങിയ ഒരു ചുക്ക് കാപ്പി എല്ലാ ദിവസവും കുടിക്കുന്നത് ചുമ മാറുന്നതിന് ഉപകരിക്കും. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഞാനിവിടെ സമയക്കുറവ് മൂലം ഞാൻ ഒരുപാട് കാര്യങ്ങളുടെ കുറച്ചാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാത്രം നിങ്ങൾ ഈ ഒരു നോളജ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ഫ്രം ദാസ്. താങ്ക് യു.